പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട്: വിശുദ്ധ ദിവസത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്, പിന്നെയോ യഹോവങ്കയിലെ സന്തോഷം എൻ്റെ ബലം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഇറങ്ങി നിൽക്കുന്ന ഈ കൂട്ടായ്മയുടെ നടുവിൽ നമ്മുടെ മുഖത്തുള്ള മ്ലാനതകളൊക്കെ നമ്മളെടുത്ത് പുറത്തേക്ക് കറിയണം. ഇത് ദുഃഖിക്കാനുള്ള ഇടമല്ല. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തിൻ്റെ സഭ ദുഃഖിക്കാനുള്ള ഇടമല്ല. കൈ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. കൈ കിട്ടാൻ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ കൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ വന്ന് നിങ്ങളോട് പറയാം. കൈ കിട്ടാത്തവരാരും ഇല്ലല്ലോ. ഒരിക്കലും പറഞ്ഞേ, ഇന്നേ ദിവസം നിങ്ങൾ ദുഃഖിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് പ്രശ്നത്തിനും പരിഹാരകനായിരിക്കുന്ന നമ്മെ നിർമ്മിച്ച നമ്മുടെ അപ്പൻ്റെ അടുക്കലാണ് നമ്മളിന്ന് പകലായിരിക്കുന്നത്. കർത്താവിന് മാറ്റാൻ കഴിയാത്ത ഒരു കാര്യമില്ല. ഹൃദയത്തോടെ നിങ്ങൾ ദൈവവചനത്തിന് സമർപ്പിച്ചു കൊടുക്കൂ. ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവവചനത്തിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു നിമിഷം എന്നെ ശ്രദ്ധിച്ചാട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സാഹചര്യത്തിൽ നാണിച്ച് തല താഴ്ത്തി നിൽക്കാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കാരണത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഈ സന്ദേശം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സംഭവം വളരെ ഹാർഡായിട്ട് എന്നെ ഹിറ്റ് ചെയ്തു. ഈ കാര്യം പറയാൻ ഇന്നത്തെ സന്ദേശം പല വിധത്തിൽ സമൂഹത്തിലും കുടുംബത്തിലും ജോലി മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കൂട്ടുകാരുടെ മധ്യത്തിലും വേണ്ടപ്പെട്ടവരുടെ ഇടയിലും ബന്ധങ്ങളുടെ നടുവിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അപമാനിതരായിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കാണ് ആലോചന പകരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെതാണ്, സന്ദേശവും ദൈവത്തിൻ്റെതാണ്. ശുശ്രൂഷിക്കുന്ന നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. കേൾക്കുന്ന വചനം ദൈവാത്മാവിൻ്റെ അരുളപ്പാടായി സ്വീകരിച്ചാൽ നമ്മുടെ ലജ്ജയെ മാനമാക്കി തീർക്കുന്ന ഒരു ദൈവം ഈ പകലിൽ നമ്മുടെ നടുവിലുണ്ട്. കരങ്ങളെ തട്ടി ഒന്ന് പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ, സ്തുതികൾ സമർപ്പിച്ചാട്ടെ. അടുത്തിരിക്കുന്നവർക്ക് ആത്മീക വർധനവ് വരത്തക്ക നിലവാരത്തിൽ വായിൽ നിന്നും സ്തുതി സ്തോത്രങ്ങൾ വരട്ടെ, സ്തുതി സ്തോത്രങ്ങൾ വരട്ടെ. നമ്മുടെ അടുക്കൽ ആരെങ്കിലും വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിനകത്ത് അങ്ങനെയുള്ള മാറാലകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന സ്തുതിയിലും സ്തോത്രത്തിലും അവരെ വിട്ട് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ നമുക്ക് വേദപുസ്തകം തുറക്കാം. സത്യഗ്രന്ഥം എന്നാണ് വേദപുസ്തകം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ തിരുവചനം നമുക്ക് വായിച്ച് ധ്യാനിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. റോമർ 10:11. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആമേൻ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 തരത്തിലുള്ള ലജ്ജകളെ കുറിച്ച് വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ പരിശോധിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നതിലൂടെ, ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ലജ്ജ. 2, ദൈവഹിതത്തിന് അനുസൃതമായി നാം പ്രവർത്തിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മുടെ മേലുണ്ടാകുന്ന ലജ്ജ. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അരുളപ്പാടായി ശ്രോതാക്കളോട്, വിശ്വാസികളോട്, ജനസമൂഹത്തോട് അറിയിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഇത് വലിയൊരു വാഗ്ദത്ത വചനമാണ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വാഗ്ദത്തങ്ങൾ ദൈവമക്കളുടെ നന്മയ്ക്ക് വേണ്ടി സത്യഗ്രന്ഥത്തിൽ എഴുതി ദൈവാത്മാവ് തന്നിരിക്കുന്നു. ഇത് കേവലം മാനുഷിക എഴുത്തല്ല, ഇത് ദൈവം നമ്മോട് സംസാരിക്കുന്ന, ദൈവത്തിൻ്റെ ശ്വാസം കലങ്ങിയിരിക്കുന്ന, ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങി നിൽക്കുന്ന ദൈവിക അരുളപ്പാടാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കേണ്ടത്, എൻ്റെ ജീവിത സാഹചര്യത്തിനകത്ത് ലജ്ജ എന്ന കയത്തിനകത്ത് ഞാൻ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കരകാണ കയത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുന്ന കരുണക്കടലായ കർത്താവിൽ ആശ്രയിച്ച്
ഈ പകൽ ഞാൻ അതിനെ ജയിക്കും, അതിനെ മറികടക്കും. എൻ്റെ ജീവിതത്തിൽ ദൈവം മാനം തരും, എന്നെ അഭിമാനമുള്ളവരാക്കി തീർക്കും എന്നുള്ള ആലോചന നിങ്ങൾ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ വാക്യം 3 നമുക്ക് വിഭജിക്കാം പഠിക്കുന്നതിന് വേണ്ടി. അവിടെ കൊടുത്തിരിക്കുന്നു അവനിൽ. വളരെ ശ്രദ്ധിക്കണം, മറ്റുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടരുത്. ദൈവവചനം മാത്രമേ ശ്രദ്ധിക്കാവൂ. എന്തെങ്കിലും കാര്യം ഇടപെടണമെങ്കിൽ പുറത്തു പോയി ഇടപെടണം. ദൈവം ചെയ്ത് ഇതിനകത്തിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കൂ. ദൈവം നമ്മോട് ഇടപെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, വീരപ്രവർത്തികൾ നടക്കട്ടെ, നമ്മുടെ ഇടയിലുള്ള രോഗികളൊക്കെ കുതിച്ച് ചാടി ആനന്ദിക്കട്ടെ, സിറ്റി ചർച്ച് ഇതിനകത്ത് യഥാസ്ഥാപിതമാകട്ടെ, ദൈവ പ്രവർത്തി നടക്കട്ടെ എന്ന്. മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കരുത് ദയവായി. അവനിൽ, ആ പദം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. വാക്യം 9 മുതൽ 10 വരെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് സ്പഷ്ടമായി പറയുന്നത് ആ ഒരുവൻ, അത് മറ്റാരുമല്ല, സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സത്യമായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അരുളി ചെയ്യപ്പെട്ടതിനെ നിവർത്തിക്കാൻ ദൈവത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്ന ദൈവത്തിന്റെ വചനം എന്ന പേരായവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെ. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്നും ചില ഉദ്ദേശങ്ങൾ സാധ്യമാക്കാൻ, തന്റെ പ്രവൃത്തിയെ തികയ്ക്കാൻ, ഒരു പ്രത്യേക മിഷൻ ചെയ്ത് തീർക്കാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതായ വചനം എൻ്റെ യേശു, നമ്മുടെ യേശു, നമ്മുടെ ആരാധ്യനായ ക്രിസ്തു. യെശയ്യാ പ്രവചനത്തിൽ ദൈവം ഇങ്ങനെ അരുളപ്പാടായി പറഞ്ഞു, എൻ്റെ അടുക്കൽ നിന്നും പുറപ്പെട്ടു വരുന്ന വചനം. ഇന്ന് ഈ പുൽപ്പറ്റിൽ നിന്നും നിങ്ങളുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു വരികയാണ്. പ്രവാചകൻ പറയുന്നു, ദൈവാത്മാവ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു, ദൈവത്തിന്റെ പക്കൽ നിന്നും പുറപ്പെട്ടു വരുന്ന വചനം. ആ വചനം അതിന്റെ പ്രവൃത്തിയെ തികച്ച് അത് എവിടേക്ക് നിന്നും വന്നോ അവിടേക്ക് തന്നെ മടങ്ങി പോകുന്നു. യേശുവിന്റെ ജീവിതം പരിശോധിച്ചാൽ ദൈവവചനമെന്ന് പേരായ ക്രിസ്തുവും ദൈവത്തിന്റെ പക്കൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തന്റെ പ്രവൃത്തിയെ നന്നായി തികയ്ക്കുകയും ദൈവത്തിന്റെ അടുക്കലേക്ക് കയറിപ്പോയി എന്നും ഈ സത്യഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ വചനം ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്ന് അത് ആ പ്രവൃത്തിയെ തികയ്ക്കുമെങ്കിൽ ഈ പുൽപ്പറ്റിൽ വെച്ച് ദൈവം നിങ്ങളെ സൗഖ്യമാക്കും എന്നുള്ള അരുളപ്പെട്ട വചനം നിങ്ങൾ സ്വീകരിച്ചാൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയെ തികയ്ക്കും. വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം മതി. ഈ വചനം വൃഥാവായി പോയ വചനമല്ല. നമ്മുടെ പല പ്രവൃത്തികളും നമ്മൾ ആരംഭിക്കും, എന്നാൽ അത് ഒടുവിലാക്കാൻ എത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് പകുതിയിൽ മുറിഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന വചനത്തെ കുറിച്ച് പറയുന്നു, ഈ വചനം മുറിഞ്ഞു പോയ വചനമല്ല, പാതിയിൽ വെച്ച് പട്ടുപോയ വചനമല്ല, മതി ഈ പണി വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ വചനമല്ല. എന്നെയും നിങ്ങളെയും സമൂലം പരിവർത്തിക്കാൻ, രക്ഷ എന്ന പടകിൽ കയറ്റി അക്കരെ എത്തിക്കാൻ തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ച് ഇത് വൃഥാവായി പോയതല്ല, ഇത് പൂർത്തീകരണം വരുത്തിയ വചനമത്രേ. വെളിപ്പെട്ടതിന്റെ ഉദ്ദേശം ക്ഷണത്തിൽ ഭൂമിയിൽ നിവർത്തിച്ച് അഥവാ തീർക്കപ്പെട്ട് പലർ രക്ഷിക്കപ്പെടേണ്ടതിന് ദൈവത്താൽ സാധ്യമാക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുൻപിലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മളിൽ പലർക്കും യേശുവിനെ കുറിച്ച് അറിയാം, എങ്കിലും മറ്റു പലർക്കും യേശുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയില്ല. നമുക്ക് യേശുവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. യേശു ഈ ഭൂമിയിൽ ആരായിരുന്നു? താൻ 33.5 വർഷക്കാലം ഇവിടെ ജീവിച്ചു. അവിടുന്ന് ജനങ്ങളെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് കാണിച്ചു കൊടുത്തു. അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി. അവിടുന്ന് കുരുടർക്ക് കാഴ്ച കൊടുത്തു. ചെകിടർ കേട്ടു. മുടന്തർ എഴുന്നേറ്റ് നടന്നു. ഊമർ സംസാരിച്ചു. ദുരാത്മാക്കളെ പുറത്താക്കി. മരിച്ചവരെ ഉയർപ്പിച്ചു. അനേകം അത്ഭുത പ്രവൃത്തികൾ യേശു തൻ്റെ ഐഹിക കാലത്ത് നിവർത്തിക്കുകയുണ്ടായി. യേശു അങ്ങനെ ചെയ്തപ്പോൾ അതിനൊരു അനന്തരഫലമുണ്ടായിരുന്നു. അനന്തരഫലം എന്തൊക്കെയാണ്? ജനങ്ങൾ യേശുവിനെ സ്നേഹിച്ചു. യേശുവിൽ അനേകർ വിശ്വസിച്ചു. അനേകർ യേശുവിനെ അനുഗമിച്ചു. മറ്റു പലരും യേശുവിനെ ഭയപ്പെട്ടു. പ്രത്യേകിച്ചും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 1:24, 14:24, 11:24 തുടങ്ങിയ വചനങ്ങളിലൊക്കെ കാണാൻ കഴിയും. യേശുവിന്റെ ശ്രുതി സുറിയ നാടെങ്ങും പരന്നു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. യേശുവിന്റെ ശ്രുതി നാട്ടിലെങ്ങും പരന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാൻ നാനാവ്യാധിക്കാർ, ബാധക്കാർ,
ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, സകലവിധ ദീനക്കാർ, രോഗികൾ, ഇവരൊക്കെയും യേശുവിനെ കാണാൻ വേണ്ടി ഓടി. ദൂതൻ ഇറങ്ങി കലക്കുന്ന കുളം കാണാൻ ഓടിയത് നിർത്തി. മനോഹരമായ ദൈവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ കാണാൻ പോകുന്നത് നിർത്തി. വിശുദ്ധ നഗരികൾ സന്ദർശിക്കുന്നത് നിർത്തി. പുരോഹിതന്മാരുടെ അടുക്കൽ പോയി നിൽക്കുന്നത് നിർത്തി. തങ്ങളെ മുഴുവനായി രക്ഷിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ, വിടുവിപ്പുകാരൻ, സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു എന്നുള്ള വാർത്ത പരന്നപ്പോൾ യേശുവിനെ കാണാൻ അവർ സന്തോഷത്തോടെ ഓടിച്ചെന്നു. ഓടിച്ചെന്നവരെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, അവരിൽ നാനാ വ്യാധിക്കാരുണ്ടായിരുന്നു, ശരീരം തളർന്നു പോയവരുണ്ടായിരുന്നു, കൈ മരവിച്ചു പോയവരുണ്ടായിരുന്നു, അവരുടെ ശരീരത്തിൽ മുഴുവനും വേദന അനുഭവിച്ചവരുണ്ടായിരുന്നു. പലരോടല്ലെങ്കിലും ചിലരോട് യേശു ഒരു ചോദ്യം ചോദിച്ചു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ രോഗികളായിരിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അവിശ്വാസം എന്ന വിഴുപ്പ് ഭാണ്ഡത്തെ ഇതിന് പുറത്തേക്ക് വലിച്ചെറിയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ എന്ത് കാണാനാണ് കൂടി വരുന്നത്? നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. വേഗത്തിൽ വായിച്ചു തരണമേ. പോയ ശേഷം 3 ചോദ്യങ്ങൾ ഒരേ സ്വരത്തിൽ, ഒരേ സെൻസിൽ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാണാൻ അവിടെ പോയി? വീണ്ടും യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ കാണാൻ പോയി? വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ സഭയ്ക്കകത്ത് എന്ത് കാണാനാണ് വന്നത്? ഞാനും നിങ്ങളും എന്ത് കാണാനാണ് വന്നത്? കൂടി വന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്ത്യാനിയാണെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനാണോ വന്നത്? ദൈവത്തിന്റെ പൈതങ്ങളെ, നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ കാണേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതുണ്ട്. എന്താണ് നാം കാണേണ്ടത്? ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൂടിവരവിന്റെ നടുവിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും കണ്ടുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തണം. നമ്മൾ കേൾക്കണം. എന്ത് കേൾക്കണം? യേശുവിനെ കേൾക്കണം. എങ്ങനെ കേൾക്കണം? സത്യവചനത്തിൽ നിന്നും യേശുവിനെ കേൾക്കണം. നമ്മൾ അനുഭവിക്കണം. ആരെ അനുഭവിക്കണം? നമ്മൾ യേശുവിനെ അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കണം? യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ച് എനിക്ക് തരുമെന്ന് പറഞ്ഞ കാര്യസ്ഥന്റെ നിറവിൽ നമ്മൾ യേശുവിനെ അനുഭവിക്കണം. അങ്ങനെ നമ്മുടെ കൂടിവരവിന്റെ നടുവിൽ നമ്മൾ യേശുവിനെ കാണണം. ഇന്ന് പകലിൽ നമ്മൾ ഓരോരുത്തരും യേശുവിനെ കണ്ടിട്ടേ മടങ്ങാവൂ. നമ്മൾ യേശുവിൽ നിന്ന് കേട്ടിട്ടേ മടങ്ങാവൂ. നമ്മൾ യേശുവിനെ അനുഭവിച്ചിട്ടേ മടങ്ങാവൂ. നമ്മൾ പാടാറില്ലേ, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. എത്ര പേർ ഇതിനകത്ത് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും? പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നടുവിലിരിക്കുന്നവരെ, മുൻഭാഗത്തിരിക്കുന്നവരെ, കുട്ടികളെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രചോദിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്ത് ആലോചന ഇപ്പൊ കടന്നു പോകുന്നു? നിങ്ങൾ ആ പ്രാർത്ഥന ദൈവസ്ഥനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? കേൾക്കണേ കർത്താവേ എൻ്റെ പ്രാർത്ഥന. ദൈവമേ, ഇന്ന് പകലിൽ നൽകണമേ എൻ്റെ യാചനകൾ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും ഞങ്ങൾക്ക് നന്മയും ലഭിക്കുമെന്ന് അങ്ങയുടെ വചനത്തിൽ അരുളി ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ കൂടിവരവിൽ ആ അനുഗ്രഹവും നന്മവും എനിക്കായി പകരണമെന്നുള്ള പ്രാർത്ഥന. മർക്കോസ് പറയുന്നത് യേശുവിന്റെ ശ്രുതി ഗലീല നാടകം പരന്നു. മത്തായി പറയുന്നു സുറിയ നാടിൽ പടരുന്നു. മർക്കോസ് പറയുന്നു ഗലീല നാട്ടിലൊക്കെയും പരന്നു. ലൂക്കോസ് പറയുന്നു യഹൂദയിലും ചുറ്റിലുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അപ്പൊ യേശുവിന്റെ പ്രവൃത്തി വാസ്തവമായി ഒരു കൂട്ടായ്മയ്ക്കകത്ത് വെളിപ്പെട്ടാൽ സിറ്റി ചർച്ചിന്റെയും ശ്രുതി നാടെങ്ങും പരക്കും. അത് നമ്മളിലൂടെ പരത്തും കർത്താവ്. ഹല്ലേലൂയ. ഇവരെന്തിനാ യേശുവിന്റെ അടുക്കിലേക്ക് വന്നതെന്ന് അറിയാമോ? യേശുവിന്റെ മുഖം അന്വേഷിച്ച് വന്നതാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു അരുളപ്പാടുണ്ട്, നിങ്ങൾക്ക് സൗഖ്യം ആകാൻ മനസ്സുണ്ടെങ്കിൽ, ശാപത്തിൽ നിന്നും വിടുതൽ എടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, വലിയൊരു വീണ്ടെടുപ്പ്, ഒരു വിമോചനം, ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നാം ചെയ്യേണ്ടതായ ഒരു ഫോർമുലയുണ്ട്. അതിങ്ങനെയാണ്: യേശുവിന്റെ മുഖം അന്വേഷിക്കുന്നവർ ഒന്ന് തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്
രക്ഷിപ്പാൻ ശക്തനായവന്റെ മുഖം അന്വേഷിക്കണം. ഒന്ന് താഴ്ത്തി കൊടുക്കാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിലേക്ക് കർത്താവിനുള്ള വിശ്വാസം നിറഞ്ഞു വരട്ടെ, ബലപ്പെടട്ടെ, പ്രത്യാശ നിറയട്ടെ. ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ആശ്വാസ വചനം നമ്മുടെ കർണപുടങ്ങളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. എത്ര പേർക്ക് താഴ്ത്തി കൊടുക്കാൻ കഴിയും? കർത്താവേ, വേണ്ടും വണ്ണം പ്രസാദിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ബലഹീനത പലപ്പോഴും എന്നെ ഓവർടേക്ക് ചെയ്തു. എൻ്റെ സ്പിരിച്വാലിറ്റി പലപ്പോഴും കനലിലേക്ക് എറിഞ്ഞ വെള്ളം പോലെ പുകഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷെ ഒന്നൊരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രാണനാഥൻ പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത കർത്താവാണ്. ആടുകൾ ചതഞ്ഞു കിടക്കുന്ന ഓടയെ ചതച്ചു കളയാത്ത, നശിപ്പിച്ചു കളയാത്തൊരു ദൈവമാണ്. ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് താഴ്മയോടെ കൊടുക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തെ കർത്താവ് ശക്തമായി വീണ്ടും ജ്വലിപ്പിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ദിനമാണ്. ദൈവം അരുളി ചെയ്തു, എൻ്റെ മുഖം അന്വേഷിക്കുന്നവർ. ആവശ്യമുള്ളത് കൊണ്ടാണ് മുഖം അന്വേഷിക്കുന്നത്. ഒരു പ്രത്യേക ആവശ്യമുണ്ട്. അതിന് കാണേണ്ടവനെ കാണണം, അവിടുത്തെ മുഖം കാണണം. എൻ്റെ സപ്ലിക്കേഷൻസ്, എൻ്റെ പ്രെയർ, എൻ്റെ യാചന, അതെനിക്ക് ആ മുഖം നോക്കി എനിക്ക് സമർപ്പിക്കണം. പക്ഷെ കണ്ടീഷനുണ്ട്, നിന്നെ തന്നെ താഴ്ത്തി നീ സമർപ്പിക്കേ. നിന്റെ അകൃത്യത്തെ നീ ഏറ്റുപറ, അതിന്റെ പുറകിലേക്ക് വലിച്ചെറിയ്, പുതിയൊരു തീരുമാനമെടുക്ക്. മേലാൽ ഞാൻ അങ്ങനെയുള്ള സംഗതികളിലേക്ക് എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയില്ലെന്നുള്ള ഒരു വലിയ ഉഭയ സമ്മതത്തിലേക്ക് പ്രവേശിക്കൂ ദൈവമക്കളെ. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഇറങ്ങി വന്ന് ദേശനിവാസികളെ സൗഖ്യമാക്കും. ഐ വിൽ ബി their God who heals. ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമായി അവരുടെ നടുവിൽ വെളിപ്പെടും. ഈ തിരുവെഴുത്ത് യേശുവിൽ നിറവേറി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യത്തിൽ പറയുന്നത്. റോമാലേഖനം 10:11 വായിച്ചു തന്നാട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് അരുളി ചെയ്യപ്പെട്ടതിൻ്റെ നിവർത്തിയായി എന്ന് അന്ന് കൂടി വന്നിരിക്കുന്ന ക്രിസ്ത്യാനികളെ ഹൃദയത്തെ ഉറപ്പിക്കുകയാണ്. ഇന്ന് പകൽ സിറ്റി ചർച്ചിനകത്ത് എത്ര പേരുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഉറയ്ക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ സൗഖ്യമാകും. ശരീരം മാത്രമല്ല, എൻ്റെ കുടുംബ സൗഖ്യമാകും. പാപത്തെ രോഗമെന്നാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത്. നിന്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കും, എൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമാക്കും. നിന്നെ രക്ഷിച്ച് പുറത്തെടുക്കുന്ന ജീവനുള്ള ദൈവമത്രേ ഞാൻ. ഈ തിരുവെഴുത്ത് യേശുവിൽ നിറവേറിക്കൊണ്ടിരുന്നു, ഇപ്പോഴും നിറവേറിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ വരവ് വരെയും നമ്മുടെ ജീവിതത്തിൽ ഇത് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യാശയോടെ പറയാം, ഭൂതങ്ങൾ വിട്ടുടൻ സർവബാധയും രോഗികളും ചേർന്ന് ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ. കർത്താവിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് കർത്താവേ, ദൈവ പ്രവൃത്തി ഈ കൂട്ടായ്മയുടെ നടുവിലേക്ക് അവിടെ നയിക്കണമേ അപ്പാ. ദൈവ മഹത്വം ചലിക്കണമേ അപ്പാ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വരണമേ അപ്പാ. ദൈവാത്മാവിന്റെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ദുഃഖിച്ചിരിക്കാൻ കർത്താവെ ആരെയും അനുവദിക്കരുതപ്പ. ആശ്വാസത്തിലേക്ക് ദൈവം നടത്തണമേ. ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇവരുടെ നാവുകൾക്ക് ബലം പകരണമേ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ സ്പർശനം ഏറ്റിട്ട് ഈ കൂട്ടായ്മ വിട്ട് പുറത്തു പോകത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 2, വിശ്വസിക്കുന്നവൻ. സിറ്റി ചർച്ചിനെ സംബന്ധിച്ച്
ഫെയ്ത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഏറെ നമ്മൾ പഠിച്ചവരാണ്. പക്ഷേ ഞാൻ നിങ്ങളെ തിരിക്കുന്നത് ആ ഫെയ്ത്തിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. വിശ്വസിക്കുന്നവൻ. അവിടെ ഇങ്ങനെ പറയണം, വിശ്വസിക്കുന്ന ഞാൻ. മഹാദൈവമായ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ. നാനാ രോഗികളെ വാക്കുകൊണ്ട്, സ്പർശനം കൊണ്ടും, നോട്ടം കൊണ്ടും സൗഖ്യമാക്കിയ യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരുത്തനും, എനി പേഴ്സൺ, ആർക്കും യേശുവിൽ വിശ്വസിക്കാം. അങ്ങനെയുണ്ട്. ചിലർക്ക് ഇന്ന ആളിൽ വിശ്വസിക്കാൻ ഇവിടെ അനുവാദമില്ല, മറ്റു ചിലർക്ക് ഇന്ന ആളിൽ വിശ്വസിക്കാൻ ഇവിടെ അനുവാദമില്ല. ചില ഉന്നത പ്രമാണിമാരുടെ അനുവാദമില്ലാതെ അവർ മുന്നിൽ വച്ചിരിക്കുന്ന ദേവന്മാരെ, ശ്രേഷ്ഠന്മാരെ വിശ്വസിച്ചെന്ന് കണ്ടാൽ അവർ കയ്യും കാലുമൊക്കെ തല്ലി ഒടിക്കും, ശരീരത്തെ ദണ്ഡിപ്പിക്കും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഛേദിച്ചു കളയും. പക്ഷെ ഇവിടെ ദൈവം പറയുന്നു, എന്റെ അടുക്കൽ വരുവാൻ ആർക്കും ഒരു തടസ്സമില്ല. യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ രക്തത്തെ ആശ്രയിച്ച് ആർക്കും എന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞ സ്ട്രോങ് കോൺഫിഡൻസ് ഇൻ ക്രൈസ്റ്റ്. സുറിയ നാട്ടിൽ യേശുവിന്റെ ശ്രുതി പരന്നപ്പോൾ, ഗലീല നാട്ടിൽ യേശുവിന്റെ ശ്രുതി പരന്നപ്പോൾ, യഹൂദ്യ നാട്ടിലും ചുറ്റുമുള്ള നാടുകളിലും യേശുവിന്റെ ശ്രുതി പരന്നപ്പോൾ, ആ പരക്കപ്പെട്ട ശ്രുതി ചെവിയിൽ കേട്ടവൻ എഴുന്നേറ്റു വന്ന ആ സ്ട്രോങ് കോൺഫിഡൻസ് ആണ് ഇവിടെ ദൈവവചനം പറയുന്നത്. കേട്ടപ്പോൾ എല്ലാം മറന്ന് ആ കേട്ടവന്റെ മുൻപിൽ ചെന്ന് നിൽക്കണം എന്നവന്റെ ഉള്ളിൽ തോന്നിയ ധൈര്യമുണ്ടല്ലോ, ആ തീവ്രമായ ധൈര്യമാണ് വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ പുൽപ്പരിൽ നിന്നും നിങ്ങളുടെ അടുക്കൽ വന്നും ഒരു ശുശ്രൂഷകനോ അഭിഷിക്തയോ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നു പറഞ്ഞാൽ, ഈ വചനത്തിന് മുൻപിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിന്റെ കാല് കുതിച്ചു ചാടി എഴുന്നേൽക്കും എന്ന് വേദപുസ്തകം പറയുകയാണ്. യേശു ഇപ്രകാരം പറഞ്ഞു എന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു തൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ. അവിടെ പക്ഷപാതക്കാരനായ ഒരുവനെ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ ശരീരം തളർന്നു പോയി. യേശു ഇപ്രകാരം ചോദിക്കുന്നു. നോക്കൂ, കർത്താവിൻ്റെ സ്പർശനമേൽക്കാൻ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കേട്ടോ. തട്ടി ഉണർത്തണം. പക്ഷപാതക്കാരനോട് യേശു ഇപ്രകാരം ചോദിച്ചു. 9:2. യേശു പക്ഷപാതക്കാരനോട് ചോദിക്കുന്നു. എന്താ യേശു ചോദിക്കുന്നത്? മകനെ, നീ ധൈര്യമായിരിക്ക്. യേശു എവിടെയുണ്ടോ, യേശുവിന്റെ ശ്രുതി കേട്ട് യേശുവിന്റെ അടുക്കൽ ആര് വരുമോ അവനോട് യേശുവിന്റെ ആദ്യ അരുളപ്പാട് ധൈര്യമായിരിക്കെ. ധൈര്യം പോരാ, നമ്മൾ ധൈര്യം പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിരിക്കെ. നീ എന്തിന് വ്യാകുലപ്പെടുന്നു? നീ എന്തിന് ഭാരപ്പെടുന്നു? ഏത് വിഷയത്തെക്കുറിച്ച് കലങ്ങിയിരിക്കുന്നു? ധൈര്യമായിരിക്കെ. ഇപ്പോൾ നാം നിൽക്കുന്നത് യേശുവിന്റെ മുൻപിലാണ്. എന്നിട്ട് പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ദൈവത്തിന് മാത്രമേ ഒരുവന്റെ മുഖത്തോക്കി പറയാൻ കഴിയുകയുള്ളൂ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. പാപമോചനം സംഭവിച്ചാൽ സൗഖ്യം എളുപ്പമാണ്. പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നിന്റെ കിടക്ക നീ എടുക്ക്, എന്നിട്ട് നീ നടക്ക്. ധൈര്യപ്പെട്. 9:22. നേരത്തെ മകന്റെ അടുത്താണ് ധൈര്യപ്പെടാൻ പറഞ്ഞെങ്കിൽ, നമ്മുടെ ഇതിനകത്ത് സഹോദരിമാരുണ്ടല്ലോ, യേശു അവരോടെന്താ പറയുന്നത്? മകളെ, നീ ധൈര്യപ്പെട്. മകളെ, നീ ധൈര്യപ്പെട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എന്തുകൊണ്ട് രക്ഷിച്ചു? കാരണം നീ ഇപ്പോൾ വന്നു നിൽക്കുന്നത് യേശുവിന്റെ മുൻപിലാണ്. കൂട്ടായ്മയുടെ നടുവിൽ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതങ്ങളെ, നിങ്ങൾ ഇരിക്കുന്നത് യേശുവിന്റെ മുൻപിലാണെന്നുള്ള ബോധ്യം ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നാൽ നിങ്ങൾ ഏറ്റു പറയും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ആ നാഴിക മുതൽ ആ സ്ത്രീക്ക് സൗഖ്യം വന്നു എന്ന് എഴുതിയിരിക്കുന്നു. 9:29. ഒരു വലിയ ബഹുപുരുഷാരത്തെ കൂട്ടമായി വിളിച്ചു നിർത്തി യേശു അവരുടെ കണ്ണുകളെ തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു വന്നു.
നോക്കൂ, അവിശ്വാസം നിമിത്തം വീരപ്രവർത്തികൾ യേശു ചെയ്യാത്തൊരു നഗരത്തെ ശാസിച്ചു തുടങ്ങിയെന്ന് 13:58 പറഞ്ഞു തുടങ്ങുന്നു. അവിശ്വാസം നിമിത്തം വീരപ്രവർത്തികൾ നടന്നില്ല. ഇന്ന് പകലിൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ കർത്താവിൽ നിന്നും വലിയ വീരപ്രവർത്തികളെ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ നമ്മളൊരു അയൽക്കൂട്ടത്തിന്റെ മധ്യ വന്നിരിക്കുന്നതല്ല, നമ്മുടെ രാഷ്ട്രീയ കച്ചേരിക്ക് വേണ്ടി വന്നിരിക്കുന്നതല്ല, നമ്മുടെ കോടതി വരാന്തയിൽ വന്നിരിക്കുന്നതല്ല. നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ മുൻപാകെ തന്റെ ജീവന്റെ പ്രവർത്തികളെ കണ്ട് ജീവനുള്ള ദൈവത്തെ ജീവനുള്ളവരായി ഉദ്ഘോഷിക്കേണ്ടതിന് നമ്മൾ കൂടി വന്നിരിക്കുന്നവരാണ്. കർത്താവിന്റെ വചനം പറയുന്നു, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും സത്യസഭ വെളിപ്പെട്ടു വരും. ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തെ ഞാൻ ഇന്ന് പകലിൽ ദൈവസഭയ്ക്കകത്ത് ക്ലെയിം ചെയ്യുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും സിറ്റി സഭ സത്യസഭയായി ദേശത്ത് വെളിപ്പെട്ടു വരും. യേശുക്രിസ്തുവിന്മേലുള്ള തീവ്രമായ ധൈര്യം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശു ചോദിച്ചു, നീ എന്ത് കാണാൻ പോയി? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, നമ്മൾ എന്ത് കാണാൻ നമ്മൾ കൂട്ടായ്മയുടെ നടുവിൽ വന്നു? നമ്മൾ ആരെ കാണാൻ കൂട്ടായ്മയുടെ നടുവിൽ വന്നു? നമ്മൾ എന്ത് അനുഭവിക്കാൻ, എന്ത് കേൾക്കാൻ കൂട്ടായ്മയുടെ നടുവിൽ വന്നു? യേശു സംശയിച്ചവരോട് ചോദിച്ചു, നീ എന്തിന് സംശയിച്ചു? ഒരു ഡോക്ടറിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന കുറിപ്പടിയുടെ മേൽ വയ്ക്കുന്ന വിശ്വാസം പോലും, ഒരു വക്കീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നോട്ടീസിന്റെ മേൽ നമ്മൾ വയ്ക്കുന്ന വിശ്വാസം പോലും ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ കർത്താവിൽ വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകലിൽ നമുക്ക് വലിയൊരു വ്യത്യാസം വരണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പരുവപ്പെടണം. ഞാനും നിങ്ങളും പരുവപ്പെടണം. കർത്താവിന്റെ വചനത്തിൽ മറ്റെന്തിനേക്കാളും കോൺഫിഡന്റ് ആയി തീരാൻ, തീവ്രമായ വിശ്വാസം ചലിപ്പിക്കാൻ യേശുവിന്റെ നാമത്തിൽ. നീ എന്തിന് സംശയിച്ചു? യേശുവിന്റെ വലിയ ചോദ്യമാണ്. നിന്നെ വിടുവിക്കാൻ ഞാൻ ശക്തനെന്ന് നിനക്ക് അറിയില്ലയോ? നിന്നെ പുറത്തെടുക്കാൻ ഞാൻ മാന്യനെന്ന് അറിയില്ലയോ? നിന്റെ സകല വഴികളും നിന്റെ പാതകളെ നിരപ്പാക്കാൻ, നിനക്ക് മുമ്പിലുള്ള താമ്രവാതിലുകളെ തകർത്ത് കുന്നുകളെ നിരപ്പാക്കി പാറയ്ക്കകത്ത് നിന്നും വെള്ളം പുറപ്പെടുവിക്കാൻ ഞാൻ ശക്തനെന്ന് നീ അറിഞ്ഞില്ലയോ? നീ എന്തിന് സംശയിച്ചു? ഹല്ലേലൂയ. നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയും. ഞാൻ നിങ്ങളോട് പറയുന്നു, അവരും ഇവരും അപ്പുറത്തവരും ഇപ്പുറത്തവരും മറ്റതിലെഴുതിയതും മറിച്ചതിലെഴുതിയതുമായ യേശുവിനെ അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്ത്യാനിയുടെ ദൈവം എന്നുള്ള ഭാഗം നിങ്ങൾ എടുക്കരുത്. ദാഹിച്ച് മരിച്ച, സ്വന്തമായി രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എന്നൊന്ന് പറഞ്ഞാലും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ അവരും ഇവരും പറയുന്ന യേശുവിനെ അല്ല ഹൃദയത്തിൽ കയറ്റേണ്ടത്. കർത്താവായ ദൈവം ഈ വചനത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതവാനായ യേശുവിനെയാണ് നിങ്ങൾ ഹൃദയത്തിൽ കയറ്റേണ്ടത്. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും മുറുകെ പിടിച്ചിരുന്ന അതേ യേശുവിനെയാണ് നിങ്ങൾ ഹൃദയത്തിൽ കയറ്റേണ്ടത്. He can do miracles and wonders in your life. ആ യേശുവിന്, ദൈവം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്, നമുക്ക് വേണ്ടി 3 ആണികളിൽ തൂങ്ങപ്പെട്ട ദൈവത്തിന്റെ ഓമന സുതന്, നമുക്ക് വേണ്ടി കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന് ജീവനുള്ള വ്യക്തിയായി ഇന്നും ജീവിക്കുന്ന നമ്മുടെ യേശുവിന്, ആരാധ്യ പുരുഷന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യാൻ കഴിയും. സംശയിക്കാതെ വിശ്വസിക്കണം. സത്യമായ കാര്യങ്ങൾ സംഭവിക്കും. ലജ്ജ മാറിപ്പോകാനുള്ള ഏറ്റവും വലിയ ഫോർമുലയാണ് സംശയിക്കാതെ വിശ്വസിക്കണം. സത്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളുടെ അവയവങ്ങൾക്ക് ബലം തരും. യേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തെ ആത്മാവിന് ബലം തരും. യേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം കർത്താവിനോട് ചേർന്ന് നടക്കാൻ നിങ്ങൾക്ക് ബലം തരും. ബലഹീനൻ ബലവാനെന്ന് മതിക്കണം. കാരണം മുലകുടിക്കുന്ന കുട്ടികളുടെ വായിൽ പോലും സ്തുതിയെ ഒരുക്കിയിരിക്കുന്ന ഒരു കാലമുണ്ടെന്നുള്ള വാഗ്ദത്ത വചനത്തെ ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകം 9:10 വരുമ്പോൾ ഒരു സംഗതി പ്രകാരം കാണുകയാണ്. തൻ്റെ പ്രസംഗം, അതിൻ്റെ ഒടുവിൽ ആ പ്രസംഗം കേട്ടതിന് ശേഷം കേട്ടുകൊണ്ടിരുന്ന ഒരുവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ പൗലോസ് ആത്മാവിൽ വിവേചിച്ചറിയുന്നു, ഈ കേട്ട വിശ്വാസ വചനത്തിൻ പ്രകാരം ഇവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. അവൻ വിശ്വാസവചനം കേട്ടു. യേശു തൻ്റെ ഭൗമിക കാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും പൗലോസ് വിവരിച്ചു പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെ ഒരു കഥ പോലെയല്ല, നടന്ന സംഭവമാണെന്നും ആ ചെയ്ത യേശു ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ അടുക്കലുണ്ടെന്നുള്ള വിശ്വാസവചനം അവൻ കേട്ടു.
ആ കേട്ടവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ അഭിഷിക്തന് പറ്റി. ഇവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മുഖമൊക്കെ മാറി വരട്ടെ പ്രിയരെ. യേശുവിൻ്റെ നാമത്തിൽ ലജ്ജ ഒരുവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആകാര ഭംഗിക്ക് വ്യത്യാസം വരുത്തും. അവൻ്റെ മുഖത്തെ വലിച്ച് താഴ്ത്തിക്കളയും. അവനിൽ ഇരുട്ട് വ്യാപരിക്കും. പക്ഷെ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കുന്ന പോലെ നമ്മുടെ ത്വക്കുകളെ പ്രകാശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ശരീരത്തിലേക്ക് വിളങ്ങി വരും. സൗഖ്യം പ്രാപിപ്പാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനാണ് കൂടിവരവ്? കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ. വിശ്വാസവചനം പൗലോസ് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗിക്കപ്പെട്ട വിശ്വാസവചനത്തെ അവൻ ചെവിയോർത്ത് കേട്ടു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉറങ്ങരുതേ, നിങ്ങൾ മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കരുതേ. കാരണം ഒരു സന്ദേശം കേട്ടാൽ കേട്ട് വിശ്വസിക്കുന്ന സന്ദേശം നിങ്ങളെ രക്ഷിക്കും. രക്ഷാ സന്ദേശത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വിടുവാക്ക് പറയുന്നവന്റെ മുൻപിലല്ല, പൊട്ടച്ചൊല്ല് പറയുന്നവന്റെ മുൻപിലല്ല, വ്യർത്ഥ സംഭാഷണങ്ങളിലല്ല. യേശുവിന്റെ നാമത്തിൽ നമ്മെ രക്ഷിക്കുന്ന ജീവനുള്ള വാക്കുകളുടെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. സോ ആ വിശ്വാസവചനം അവൻ കേട്ടു. അവന്റെ മുഖത്ത് തിളങ്ങിയ ആ വിശ്വാസത്തെ കണ്ടു. ഒടുവിൽ എന്ത് ചെയ്തു? അഭിഷിക്തൻ ഒരു കമാൻഡ് കൊടുത്തു, നീ എഴുന്നേറ്റ് നിൽക്ക്. ഇഫ് യു ബിലീവ് ഇൻ ജീസസ്, ഞാൻ ഇവിടെ പ്രസംഗിച്ച യേശു ഇന്നും പ്രവർത്തിക്കാൻ ശക്തനെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിൽക്ക് എന്നൊരാഹ്വാനം കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല ചെയ്തത്, പിന്നെയോ അവൻ കുതിച്ചു ചാടി എഴുന്നേറ്റു. ഹി ലീപ്ഡ്. അവൻ ആവേശത്തിൽ കുതിച്ചു. പ്രൈസ് ദ ലോർഡ്. ഏത് യേശുവിനെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്? കാലങ്ങൾക്ക് ശേഷം മരുന്നൊക്കെ കഴിച്ച് ശരീരം മുഴുവനും പരുവപ്പെട്ട് കുഴിയിലേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്ലഡ് പ്രഷർ എല്ലാം കുറച്ചു കൊണ്ടുവരുന്നൊരു യേശുവിനെയാണോ നമ്മൾ ഇന്ന് പകലും കണ്ടിരിക്കുന്നത്, അറിഞ്ഞിരിക്കുന്നത്? നമ്മൾ ഏത് യേശുവിനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രിയരെ? നമ്മൾ ദൈവപുത്രനായ ക്രിസ്തുവിനെയാണോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ നമ്മളിൽ എത്ര പേർക്ക് ഈ കൂട്ടായ്മയുടെ നടുവിൽ വിശ്വാസത്തോടെ പറയാൻ കഴിയും, സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതിനാൽ? സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. റോമാലേഖനം 10:11. അവനിൽ, യേശുവിൽ 1 വിശ്വസിക്കുന്ന ഒരുത്തനും, 2, 3 ലജ്ജിച്ചു പോകയില്ല. ലജ്ജിച്ചു പോകയില്ല. യേശുവിൻ്റെ നാമത്തിൽ. കറ്റായിസ് ഖൂനോ എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കറ്റായിസ് ഖൂനോ എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, അപമാനിതനായി തീരുക, നാണക്കേടുണ്ടാവുക. മറ്റൊരു പദം, രൂപവ്യത്യാസം ഉണ്ടാവുക. അത് ശരിയാ. ഞാൻ എൻ്റെ ആദ്യ നല്ലൊരു ജോലി, ഒരു HDFC ബാങ്കിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കളമശ്ശേരിയിലേക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കളമശ്ശേരിയിൽ ചെന്നിറങ്ങി. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു 2.5 വർഷം ഇവിടെ ചാലയിൽ വർക്ക് ചെയ്ത് ജോലി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പുറത്ത് വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ പത്രത്തിൽ പരസ്യം കണ്ട് കളമശ്ശേരിയിൽ HDFC ബാങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ചെല്ലുകയാണ്. കളമശ്ശേരിയിൽ ബാങ്കെല്ലാം കണ്ടുപിടിച്ചു. അകത്ത് കയറി ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ലേഡി എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അകത്ത് നിന്നിരുന്നു. അവരെന്നോട് ചോദ്യം ചോദിച്ചു, ഹൗ ഡു യു ഫൈൻഡ് ദിസ് ജോബ് ഓപ്പർച്യൂണിറ്റി? നീ എങ്ങനെ ഈ ജോലിയെ ഉണ്ടെന്ന് മനസ്സിലാക്കി? പത്രത്തിൽ നിന്നും കണ്ടതാണെന്ന് തിരിച്ചു പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് വെരി വെൽ. സംസാരിക്കാൻ അറിയില്ല. എൻ്റെ ഹൃദയം വിങ്ങി പൊട്ടിയത് എനിക്ക് ഇന്നും ഓർക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. പേപ്പറിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള 3 വാക്ക് പറയാൻ എനിക്കറിയില്ല. ഞാനിരുന്ന് ഉരുകുന്നത് അവർ കണ്ട് മനസ്സിലാക്കി. അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നെ മലയാളത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയിട്ട് വേറൊരു ജോലി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരെൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റൊക്കെ ബാക്കിലോട്ടും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു, നീ ആദ്യം പോയി പഠിക്കുക, പഠിച്ച് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറി, ഇപ്പോൾ വയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങും, നാണം കെട്ടിറങ്ങും. നാണം കെട്ടിറങ്ങും. ആ കളമശ്ശേരിയിൽ നിന്ന് പിന്നെ വണ്ടി കയറി നേരെ ഇവിടെ വരുന്നു. നമുക്കറിയില്ല ഇതെങ്ങനെ കയറി വരാൻ പറ്റും, നമുക്കറിയില്ലല്ലോ, നമ്മളെ പഠിപ്പിക്കാനൊന്നും ആരുമില്ല. പക്ഷെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ സമയം ഇതുപോലെ ഒരു വട്ടം ഞാൻ ബാംഗ്ലൂരിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി യാത്ര ചെയ്തു. അന്ന് സംസാരിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ എന്ത് പറഞ്ഞു. നമുക്ക് അതൊക്കെ വല്ല അറിയാമോ?
പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് പിന്നെ ഗാന്ധിനഗറിലാണെന്ന് തോന്നുന്നു ബസ് കയറുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ മനസ്സിൽ നമ്മൾ ഈ ഉള്ളുരുക്കി പ്രാർത്ഥന എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു ഉരുക്കലൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞു, കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യു ആർ ദ ഗിവർ ഓഫ് ലാംഗ്വേജ്. ഭാഷാവരം അതൊരു വരമാണെന്നും അത് നൽകുന്നത് ദൈവാത്മാവാണെന്നും ഞാൻ വചനത്തിൽ പഠിച്ചു. അപ്പം എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ബുദ്ധിയെ തുറന്നു തരണമേ, ആ ലാംഗ്വേജിനെ എനിക്ക് തുറന്നു തരണമേ. ഞാൻ ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആ സമയത്ത് നിങ്ങൾക്കറിയാമോ, പിന്നെ അല്ലേ ഇംഗ്ലീഷേ വരുള്ളൂ വായിക്കാത്ത, പിന്നെ എന്തുകൊണ്ടാലേ വരുള്ളൂ. പിന്നീട് ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ആദ്യത്തെ ഒരു പടി മാത്രമാണ്. നീ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കേണ്ടതിന് നീ മലയാളം ബൈബിൾ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക, ഇംഗ്ലീഷ് ബൈബിൾ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. മലയാളം ബൈബിളിൻ്റെ 4 വരി വായിക്കുമ്പോൾ അത് അതുപോലെ ഇംഗ്ലീഷ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ നീ കാണാതെ പഠിക്കുക. നീ കണ്ടിന്യൂസ് ആയിട്ട് കഠിനമായി പരിശ്രമിക്കുക, ദൈവം കൂടെ ഇരിക്കും. നാണക്കേട് ദൈവം മാറ്റി തരുമില്ലയോ? പക്ഷെ നാണം കെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കിതുപോലെ ഒരുപാട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് കള്ളം പറയുകയില്ല. ഞാൻ നിങ്ങളോട് ആരംഭത്തിൽ ചോദിച്ച പോലെ ഇതിനകത്ത് ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും മേഖലയിൽ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മുൻപിലോ നിങ്ങൾ എപ്പോഴെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ തലകുനിച്ച് നാണിച്ച് നിൽക്കാനുണ്ടായ അവസ്ഥ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദൂത് ലജ്ജയെ എടുത്തു മാറ്റി മാനത്തിലേക്ക് നടത്തുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രൂപവ്യത്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖം പാടും, അവൻ്റെ ശരീരം ക്ഷയിക്കും, സമയത്തിന് മുൻപേ അവൻ മരിച്ചു പോകും. ലജ്ജ ഡിപ്രഷനിലേക്ക് തള്ളിയിടും, കഠിനമായ ഡിപ്രഷനിലോട്ട് കൊണ്ടിടും. നമ്മുടെ ചുമ്മാ ജസ്റ്റ് മുഖം മാടിയിരിക്കുന്നതല്ല പ്രിയരെ, പല്ല് പോലും തേക്കാതെ, കുളിക്കാതെ, ആഹാരം കഴിക്കാതെ ഒരു സ്ഥലത്ത് അതുപോലെ ചത്ത ശവം പോലെ കിടക്കുന്ന ഡിപ്രഷനൊക്കെ കണ്ടവനാണ് ഞാൻ. അതാണ് ഡിപ്രഷൻ. ആ സ്റ്റേജിലോട്ട് പോകും. പക്ഷെ ദൈവത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ദൈവഹിതത്തിന് എതിരെ ഭവിക്കുന്ന ലജ്ജ നമ്മെ നശിപ്പിക്കാനുള്ളതാണ്. ദൈവഹിതത്തിന് അനുസൃതമായ ചില ലജ്ജകൾ വരും കേട്ടോ, അത് അനുഗ്രഹത്തിന് കാരണമാകും. യേശു പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങളെ ഉപദ്രവിക്കും, എൻ്റെ നാമത്തിൽ നിങ്ങളെ അപമാനിതരാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങളെ ലജ്ജാ വിഷയമാക്കി തീർക്കും. അതിനൊന്നും നോ പ്രോബ്ലം, അതൊക്കെ ഒരു പാക്കേജാണ്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മെ വിഴുങ്ങിക്കളയാൻ നമ്മെ തക്കം പാർത്ത് നടക്കുന്ന പൈശാചിക ദൂതന്മാരും മാനുഷിക കരങ്ങളും നമ്മളെ പലപ്പോഴായി ലജ്ജിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കൊണ്ടുവരുമ്പോൾ ഒരു ദൈവ പൈതലെ അതിനെ വിൻ ഓവർ ചെയ്യണം, അതിനെ വിജയിച്ച് അതിനെ ചാടിക്കടന്നു വരണം. അതിന് നിങ്ങളെ സഹായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു, ജീവനുള്ള വചനം. നമ്മൾ അവസാനിപ്പിക്കുകയാണ്, ഒടുവിലേക്ക് ചേർന്ന് വരികയാണ്. നോക്കൂ, ചില അരുളപ്പാടുകളാണ്, ശ്രദ്ധിച്ചോണം. ദൈവേഷ്ടത്തിനെതിരായ മാനുഷിക പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായ മാനുഷിക പ്രവൃത്തികൾ ലജ്ജയ്ക്ക് കാരണമായാൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നായിരിക്കും നമുക്ക് അപമാനം ഉണ്ടായത്, ആ നിന്ന ഉണ്ടായത്. നമുക്ക് ആരും പറഞ്ഞു തരാനില്ലാതിരിക്കാം, പഠിപ്പിക്കാൻ ആരും ഇല്ലാതിരിക്കാം. നമ്മളെ പെട്ടെന്ന് കൊണ്ട് കയറ്റി നമ്മളൊരു കാര്യം ചെയ്തു, നമ്മളവിടെ നാണം കെട്ടു. പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. എല്ലാവരും നമ്മളെ കൂകി വിളിച്ചു, നമ്മളെ കല്ലെടുത്തെറിഞ്ഞു, നമ്മളെ അപമാന വിഷയമായി, അയ്യേ അവൻ വന്നാൽ കൊള്ളത്തില്ല, മാറ്റിക്കളാ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ഇന്റലക്ച്വൽ എബിലിറ്റി കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ടൊക്കെ നമ്മളെ തൂക്കി നോക്കി വലിച്ചെറിഞ്ഞ അവരുടെ ഇടയിൽ, അതാണ് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായ മാനുഷിക പ്രവൃത്തി ലജ്ജയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. അത് ലജ്ജ നീങ്ങിപ്പോകും. അവിടെ അഭിമാനം, അവിടെ മാനം എന്നുള്ള മേലാണ് കർത്താവ് അവനെ ഉടുപ്പിക്കും. മാനവകുലം, മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ ലജ്ജിക്കപ്പെട്ടു. ആദ്യത്തെ ലജ്ജ കളങ്കപ്പെട്ടത് കൊണ്ടാണ് ലജ്ജിക്കപ്പെട്ടത്. അവനാൽ കഴുകിക്കളയാൻ കഴിയാത്ത അഴുക്ക് അവൻ കൊണ്ട് നടന്നപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ലജ്ജിതനായി. അവന്റെ പാപം മുഴച്ചു നിന്നു, അവന്റെ അഴുക്ക് മുഴച്ചു നിന്നു. ഇന്ന് പകലിൽ ദൈവിക സ്പർശനത്തിന് നമ്മുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്ന അഴുക്കുകളുണ്ടെങ്കിൽ, അത് നമ്മുടെ ലജ്ജാ വിഷയമാക്കി തീർക്കുന്നെങ്കിൽ, നമ്മെ അഭിമാന വിഷയമാക്കി തീർക്കാൻ ആ അഴുക്കുകളെ ഇന്ന് പകലിൽ യേശുവിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധിയുള്ളവരായി തീരണം. ദൈവത്തിന്റെ കരം ശക്തിയോടെ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു വരും.
ലംഘനങ്ങൾ, ദൈവവചന ലംഘനങ്ങൾ ലജ്ജയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ, ഞങ്ങളോട് പറയട്ടെ, കണ്ണുനീരോടുകൂടെ വാവിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കാം. അങ്ങനെ ഒരു വാഗ്ദത്തം നമുക്കുണ്ട്. ലംഘനം മറച്ചും പാപങ്ങളെ ക്ഷമിച്ചും തരുന്ന ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടണം? പിന്നെ എന്തിനാ ലജ്ജാഭാരത്തിൽ ജീവിക്കണം? എന്തിനാ നിന്ന് ചുമക്കണം? എന്തിനാ വിഴുപ്പ് ഭാണ്ഡ തലയിൽ ചുമന്നടക്കണം? നാറി നാറി നാറ്റം വമിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവത്തെ ഇന്ന് പകലിൽ അടിയോട് പിഴുത് പുറത്തേക്ക് എറിയുക യേശുവിന്റെ നാമത്തിൽ. ലാക്ക് തെറ്റിയ ജീവിതം ലജ്ജയ്ക്ക് കാരണമാകും. വിത്തൗട്ട് എനി എയിം, നമ്മൾ അഴിച്ചുവിട്ട നായി എന്നൊക്കെ പറയില്ലേ, പ്രത്യേകിച്ച് അതിനൊരു ജോലിയൊന്നുമില്ല, അതിങ്ങനെ അരഞ്ഞാലും നടക്കും. ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെ അല്ല. വി ആർ ബൗണ്ട് ടു ക്രൈസ്റ്റ്. പോരാ, we are bound to the love of Christ. പോരാ, we are bound to the limitless love of Christ. നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൽ കെട്ടപ്പെട്ടവരാണ്. അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, പിടിച്ചു നിർത്താൻ കഴിയാത്ത അനർഘ നിർഗളമായ യേശുവിൻ്റെ സ്നേഹത്തിൽ കെട്ടപ്പെട്ടവരാണ് നാം. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഈ സ്നേഹത്തിനനുസൃതമായി ചുവടുകൾ വച്ചാൽ അവിടെ നിന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ലജ്ജിക്കപ്പെട്ടാൽ ഒരു ചോദ്യം ഉണ്ടാകും കേട്ടോ, ഇനി എന്ത്? ഇനി എന്ത്? ചിലര് 10ാം ക്ലാസ് പാസ്സാവുന്നില്ല, ലജ്ജ ഉണ്ടാകുന്നു. ഇനി എന്ത്? തൂക്കുകയറ്, അല്ലെങ്കിൽ 1 ഔൺസ് വിഷം, അതും അല്ലെങ്കിൽ ഓടിക്കൊണ്ട് വരുന്ന ട്രെയിൻ. അതല്ല ജീവിതം. ദാറ്റ്സ് കവേർഡ്നെസ്. അത് ഭീരുത്വമാണ്. അത് ടെസ്റ്റിഫൈ ചെയ്യുന്നത് എന്നെ രക്ഷിക്കുന്ന ഒരുവൻ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചിന്തകളല്ല നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. ചില പ്രത്യേക ക്രൂഷ്യൽ മൊമെന്റ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ആ വ്യക്തി ആരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ എന്നെ തന്നെ അങ്ങ് കൊന്നുകളയും. ഇതാരാ പറയുന്നത്? വർഷങ്ങൾക്ക് മുമ്പേ സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കും. ചത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ആരുടെ വായിൽ നിന്നാ വരുന്നത്? കർത്താവ് എങ്ങാനും ആമേൻ പറഞ്ഞ. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ആമേൻ പറയാത്തത് നന്നായി. നേരത്തെ നമ്മൾ ടിക്കറ്റ് അടിച്ച് പോയേനെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ മനസ്സിലാക്കൂ, ലജ്ജിക്കപ്പെട്ടവരൊരു ചോദ്യം ഉണ്ടാകും, ഇനി എന്ത്? കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, മരണവും ജീവനും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യത്തിൻ്റെ ടാഗ്ലൈൻ ഇങ്ങനെയാണ്, ചൂസ് വൈസ്ലി ആൻഡ് ലിവ് വെൽ. ഒരു വാക്യൂം ക്ലീനറുടെ പരസ്യമായിരുന്നു തോന്നുന്നു പണ്ട്. ചൂസ് വൈസ്ലി ആൻഡ് ലിവ് വെൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം നന്നായി തിരഞ്ഞെടുക്കൂ. അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഒരു വലിയ പ്രാർത്ഥനയുണ്ട് ഭക്തന്മാരുടെ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. ചില സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും 25-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ദൈവമേ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ പ്രാണന് വേണ്ടി പതിയിരിക്കുന്നു, എൻ്റെ കാലുകൾക്ക് കെണിയൊരുക്കിയിരിക്കുന്നു. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, കുതിരകളിൽ ആശ്രയിക്കുന്നു. പക്ഷെ ഞാൻ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിർത്തട്ടെ. പിന്തുടർന്നാൽ ലജ്ജിക്കാത്തതും ലജ്ജിക്കാതെ പിന്തുടരാൻ കൊള്ളാവുന്നതുമായ ഒരേ ഒരുവൻ യേശു മാത്രമാണ്. യേശുവിൻ്റെ മുൻപിൽ മരണം ലജ്ജിക്കും, ലജ്ജിച്ചു, മേലും ലജ്ജിക്കും. ശാപം ലജ്ജിക്കും, ദാരിദ്ര്യം ലജ്ജിക്കും, കഷ്ടതകൾ ലജ്ജിക്കും, ക്ലേശങ്ങൾ ലജ്ജിക്കും എന്ന് തുടങ്ങി നിങ്ങളെ അസൗകര്യപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും യേശുവിൻ്റെ മുൻപിൽ ലജ്ജിക്കും. നിങ്ങളോ മാനപാത്രങ്ങളായി തീരും. ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ഒരുത്തിയും ലജ്ജിച്ചു പോകുകയില്ല. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. അരുളപ്പാടിനെ അരുളപ്പാടായി സ്വീകരിക്കൂ. വണ്ടേഴ്സ് കർത്താവ് ചെയ്യും, അത്ഭുതങ്ങൾ ചെയ്യും, വീരപ്രവൃത്തികൾ ചെയ്യും. ഈ വചനങ്ങളാൽ സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ